ചങ്ങായിക്കെല്ലാം കണക്കില്ല പച്ച അല്ലാതായിട്ട് തിന്നുന്നു. ഓടറിഞ്ഞിട്ട് തണുത്തിട്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കടലിൽ അതുപോലെ തന്നെ എടുത്തോണ്ട് വന്നു തോന്നുന്നു. അതുപോലെ കൊഞ്ചനെ കണ്ട എന്താ ചെയ്തതെന്ന് അറിയില്ല. കൊഞ്ചന് നാട്ടിൽ നിന്ന് വാങ്ങിക്കും പോലെ തന്നെ ഉണ്ട് ഏകദേശം. നമുക്ക് വലിയ വലിയ ബിൽഡിങ്ങുകൾ കാണാം. അടിപൊളി വലിയ ബിൽഡിങ് പുഴയുടെ രണ്ട് ഭാഗത്തുമായിട്ട് പുതിയ കൺസ്ട്രക്ഷൻ നടക്കുന്ന ഒരുപാട് കെട്ടിടങ്ങൾ ഇവിടെ ഉണ്ട്. തായ്ലൻഡ് ഇപ്പൊ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അടിപൊളി മഴ. രാജ്ഞിയുടെ പിറന്നാളാണ്. ഇവിടെ എല്ലാവർക്കും ലീവും കൂടിയാണ്. ഇതാണ് ഇവിടുത്തെ വാക്കിംഗ് സ്ട്രീറ്റ്. ഇപ്പം നല്ലോണം നടക്കുന്ന സ്ട്രീറ്റാണ്. പക്ഷെ ഇത് കുറച്ച് രാത്രി വന്നാൽ ഇവിടുത്തെല്ലാം കിടന്ന് മറിയായി ഇവിടെ. അപ്പം നമ്മളൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റില്ല ആളെ അവിടെ നിന്ന് 2 ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട്. അതോ അടിപൊളിയല്ലേ? ബിരിയാണീൻ്റെ എല്ലാം ഒരു ടേസ്റ്റ് ഉണ്ട്. അതുപോലെ ചട്ടിയില കൊണ്ടു തന്ന് റൊട്ടി വെച്ചിട്ട് കവർ ചെയ്ത് ദമ്മിട്ടിട്ടൊക്കെ ഉണ്ട്. 250 തായ് ഭാഗത്താണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഈ ബിരിയാണി ചിക്കൻ ബിരിയാണീൻ്റെ ചിക്കൻ ചട്ടി ബിരിയാണീൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ 250 ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം 600-650 റുപ്യ വരും. നമ്മൾ ഒരു ക്രൂയിസ് ഷിപ്പ് എടുത്തിട്ട് ഒരു അടിപൊളി ഒരു ട്രിപ്പിന് പോകാൻ വിചാരിച്ചായിരുന്നു. ബട്ട് മഴ നോക്കിയ നല്ല അടിപൊളി മഴ. അവിടെ നല്ല ആകാശത്തൊട്ടിൽ കണ്ട വലിയ ആകാശത്തൊട്ടിൽ. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ ഭയങ്കര മഴയാണ്. ക്രൂയിസിൻ്റെ ടിക്കറ്റ് നമ്മൾ ഓൺലൈനിൽ ടിക്കറ്റ് ഒക്കെ ഇത്. അപ്പോൾ ഇവിടെ നിന്ന് ഇതിൻ്റെ സീറ്റ് നമ്പറും ഒറിജിനൽ ടിക്കറ്റൊക്കെ കിട്ടും. അവിടെ നിന്ന് ടിക്കറ്റ് ഉണ്ടാകുന്നുണ്ട്. നല്ല തിരക്കുണ്ട്. നമ്മളെ ക്രൂയിസ് ഏതാണെന്നൊന്നും അറിയില്ല. നോക്കട്ടെ. ഇവിടെ ഒരു ഐഡിയയും കിട്ടുന്നില്ല. ഒന്നാമത് ഇവരെ ഈ ടിക്കറ്റിലെല്ലാം എന്ന് പറഞ്ഞാൽ ഓൺലൈനിലെല്ലാം വരുന്നതിൽ അവരെ ലാംഗ്വേജിൽ മാർക്ക് ചെയ്തിട്ടില്ല. ഇവിടുത്തെ കുറേ മെയിൻ അട്രാക്ഷൻസൊക്കെ കണ്ടിട്ട് നമുക്ക് ഇതിൽ ഈ നദിയിൽ കൂടെ നമുക്ക് പോകാൻ പറ്റും. അതായിരുന്നു ഈ ഒരു ക്രൂയിസിൻ്റെ മെയിനായിട്ടുള്ളത്. അതുപോലെ തന്നെ ഡിന്നറും നല്ല സമയത്ത് എല്ലാവരും നടന്ന് പണിയായിട്ടുണ്ട്. താങ്ക് യു. ഇവിടെ അവസ്ഥയാന്ന് മോനെ. പക്ഷേങ്കിൽ ഇതൊക്കെ ഇവിടുത്തെ ഒരു സെറ്റപ്പൊക്കെ ഇന്ന് ക്രൂയിസ് ഷിപ്പിലാണ് നമ്മളെ ഡിന്നർ. അപ്പോൾ ഇതൊക്കെ ഉള്ള ഐറ്റംസാണ്. നമ്മളെ സീറ്റ് കണ്ടുപിടിക്കട്ടെ. എടാ നമ്പർ എൻ്റെ ഷൂസിൽ കംപ്ലീറ്റ് വെള്ളാട്ട. ഒളിക്കും ഇടുസാ. എൻ്റെ ഷൂ നനഞ്ഞിട്ട് ഉള്ളിൽ വെള്ളം കയറിയിട്ട് അവസ്ഥയാകെ. അയ്യോ റൂഫിൽ ഏത് ടേബിളാണ് ഈ നനയാത്തിട്ട് ടേബിൾ കിട്ടിയാൽ മതിയേനും മോനെ. ഓക്കെ ഇതാന്നോടാ ടേബിള്? നമ്മളെ സീറ്റ് ഇതാന്ന് സീറ്റ്. ഇതിൻ്റെ മണ്ടിൽ ഇതുള്ളതുകൊണ്ട് പ്രശ്നമില്ല. കുറച്ചും കൂടി അങ്ങോട്ടാണെങ്കിൽ അലമ്പായ. ഇത് കുറച്ച് അപ്പുറത്തോ ഇപ്പുറത്തോ ആണെങ്കിൽ ഇതാ അവിടെയൊക്കെ സീറ്റ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ സീറ്റ് നമ്മൾക്ക് കിട്ടിയതാണെങ്കിൽ നമ്മൾ നനഞ്ഞിരിക്കേണ്ട വന്നേ. പക്ഷെങ്കിൽ നമുക്ക് ഒരുപാട് ആൾക്കാരുണ്ട് ഈ ക്രൂയിസിൽ. 3 തട്ടായിട്ടുണ്ട് ഇതിൽ. നമ്മളെ ആ ഭാഗം ഒന്ന് ഷൂട്ട് ചെയ്യാൻ ടൈപ്പായെന്ന് വെച്ചാൽ ഫുള്ള് മഴയത്താണ് നമ്മൾ ഇങ്ങോട്ടേക്ക് എൻ്റർ ചെയ്തത്. അതുകൊണ്ടാണ് ഇനിയിപ്പോൾ ഒരു 1.5 മണിക്കൂർ ഈ ക്രൂയിസിലാണ് നമ്മളെ ഒരു ലോകം. നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഇവിടുത്തെ അട്രാക്ഷൻസ് ഒരുപാട് നമുക്ക് ഇതിൻ്റെ മേലെ നിന്ന് കാണാം. പക്ഷെ മഴയായതുകൊണ്ട് എത്രത്തോളം നമുക്ക് പകർത്താൻ പറ്റുമെന്നൊന്നും അറിയില്ല. ബാങ്കോക്കിലെ കിണ്ണം കാച്ചിയ കെട്ടിടങ്ങളല്ലതാ. നമുക്ക് അമ്പരചുംബികളായിട്ടുള്ള ഒരുപാട് കെട്ടിടങ്ങൾ. സോ ഗൈസ് ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരവസ്ഥ. ക്രൂയിസ് ഷിപ്പിലെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഗൈസ്. ഇഷ്ടംപോലെ അടിപൊളി വൈബാ മോനെ. അടിപൊളി വൈബ് നോക്കിയേ. പൊളിക്കും. നമ്മളെ വേറൊരു
ഇതിൻ്റെ ഒരു ചെറിയൊരു ബോട്ട് പോകുന്നതാണ് കേട്ടോ. നല്ല മഴ. Good evening, everyone, and welcome to the Royal Galaxy Cruise. Yes, hope you guys will enjoy your stay with us tonight. Yes, and we would like to apologize for the rain. All right. So before we start, I'd like to give you some quick reminders. As you can see, we have the stairs. നമുക്ക് ഇതിന്റെ പിന്നാടി ഭാഗത്തൊന്ന് ചെന്ന് നോക്കാം. അപ്പുറത്തെ ഭാഗത്തൊന്ന് ജസ്റ്റ് ഒന്ന് ആഡംബരം നോക്കിയാണ്. നമുക്കിതിന്റെ ബാക്ക് സൈഡത്തുള്ള അവസ്ഥ എന്താ നോക്കാം. Alright guys, so let's not prolong the agony of waiting. Can start the food. Please enjoy your food. Please enjoy. നാരങ്ങ വെള്ളം കലക്കി വെച്ചിട്ടുണ്ട്. മൊത്തം എടുത്തിട്ട് കുടിക്കരുത് കേട്ടോ. ഇതിന്റെ അപ്പുറത്തെ കെനിയോ ഇതിന്റെ മേലെ സീറ്റുണ്ട്. ഇതിന്റെ മേലെ സീറ്റുണ്ട്. നമുക്ക് മഴയായതുകൊണ്ട് അങ്ങോട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഓ, അടുത്ത വേറൊരു ക്രൂയിസ് വന്നിട്ടുണ്ട്. അല്ല, അവർ പോയിട്ട് വന്നതാ കേട്ടോ. അവർ കറക്കെല്ലാം കഴിഞ്ഞിട്ട് വന്നതാണ്. നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് വരുമ്പോഴേക്ക് തീരുമോന്നറിയില്ല. നല്ല തിരക്കുണ്ട്. നല്ല പുറത്ത് നല്ല ഇടിയും മിന്നെല്ലാം എടുക്കുന്നുണ്ട്. നമ്മൾ ഇതിനകത്തുനിന്ന് നല്ല ഫുഡ് കഴിക്കുന്ന ബെസ്റ്റ് വൈബോടെ അടിപൊളി വൈബ്, ഇടുക്കാറ്റ് വൈബ്. നല്ല മഴയാണ് പുറത്ത്, ഒരു രക്ഷയില്ലാത്ത മഴ. നമ്മളിപ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യണ്ട. നമ്മൾ ഫുഡ് കഴിക്കുക, ഫുഡിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. മൊത്തം എന്തെല്ലാം തളർന്നിട്ട് വരുന്നത്. എന്താ പ്രശ്നം? ആക്ച്വലി കല്ലുമ്മക്കായും എല്ലാം ഇതേപോലെ തന്നെ കൊണ്ടുപോയി തന്നിട്ടുണ്ട്. ഇതൊക്കെ ഓടിറന്നിട്ട് തണുത്തിട്ട് വെച്ചിട്ടുണ്ട്. എനിക്കൊന്ന് കടലിൽ അതുപോലെ തന്നെ എടുത്തോണ്ട് വന്നെന്ന് തോന്നുന്നു. അതുപോലെ കൊഞ്ചനെ കണ്ട എന്താ ചെയ്തതെന്ന് അറിയില്ല. കൊഞ്ചന് നാട്ടിൽ നിന്ന് വാങ്ങിക്കും പോലെ തന്നെ ഉണ്ട് ഏകദേശം. ഇതാ അത് വേപ്പിച്ചിട്ടെങ്കിലും ഉണ്ടാ. നല്ല മിന്നലാണ്, നല്ല മിന്നൽ. യു എൻജോയ്. നാട്ടില് താവേറെടുക്കുന്ന വാങ്ങിച്ചിട്ട് അതേപോലെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവരെ തുന്നല് ഭയങ്കര സംഭവം. ഈ ചെന്നൈക്കെല്ലാം കണക്കില്ല, പച്ച അല്ലാതെ എടുത്ത് തിന്നത്. ഇതാ ഇങ്ങനെ തിന്നട്ടാ ഭയങ്കര കേടാവും. ഞാൻ നോക്കുമ്പോ ഇതില്ലേ കല്ലുമ്മക്കായില്ലേ, അത് അതേപോലെ തന്നെ കൊണ്ടുവന്നിരിക്കാം. തോള് മാത്രം തുടച്ചിട്ട് അതിന്റെ മേലായിട്ട് മെട്രോ ഉണ്ടാവും. അതിന് മേലായിട്ട് മെട്രോ നിർത്തിയിട്ടിട്ടുണ്ട്. അന്നെ കൊണ്ട് ഇത്രയൊക്കെ സാധിക്കുള്ളൂ. ഇതില് ഇത്രയൊക്കെ അല്ലേ എടുക്കാൻ പറ്റുള്ളൂ. ഇവിടെയുള്ള കൂടുതലും തായ് വിഭവങ്ങളാണ് അല്ലേ. നമ്മള് അവരെ തനതായിട്ടുള്ള രുചി നമ്മളൊന്ന് അറിയുക. അതാണ് ഈ ക്രൂയിസിന്റെ യാത്ര കൊണ്ടുള്ള മെയിനായിട്ടുള്ള ഒരു ലക്ഷ്യം. നമ്മൾ 1-2 തവണ പോയിട്ടുള്ള ഒരു ആ ബ്രിഡ്ജാണത്. നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ക്രൂയിസ് വേറെ പോകുന്നില്ല. ഒരുപാട് ക്രൂയിസർ ഈ നദിയിൽ അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങനെ ഇതുപോലെ ക്രൂയിസർ ഇതേപോലെ അത്രയ്ക്ക് ഇതിന്റെ ടൂറിസ്റ്റ് മേഖലയെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ടേസ്റ്റ് ഒന്നുമില്ല, നല്ല ഡിഫറൻറ്റ് ഉണ്ട്. ഒരു പുളിയൊക്കെ അടിക്കുന്ന ഒരു ടേസ്റ്റാണ് വേറെ. അത് എല്ലാം ശരിക്കും പറഞ്ഞാൽ റൈസ് ബിരിയാണി എന്നെല്ലാം പറഞ്ഞിട്ട് തന്നെയാണ് വരുന്നത്. പക്ഷേ ടേസ്റ്റ് നല്ല വ്യത്യാസമുണ്ട്. ഒരു എല്ലാത്തിനും ഒരു പുളിയും മധുരമൊക്കെ കൂടുതലാണ് ശരിക്കും. അപ്പോൾ നല്ല മഴയായതുകൊണ്ടൊന്നും ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഫറ
ബക്കാളോ ബ്രിഡ്ജോ അങ്ങനെ എന്തെന്നൊരു ബ്രിഡ്ജാണ്. നമ്മളതിന് മേലെ കൂടുതലും പോയത്. പിന്നെ ഒരു മുസ്ലിം പള്ളിയുണ്ട് ആ ഭാഗത്ത്. ഈ ഭാഗത്ത് പള്ളി കാണാൻ വളരെ പ്രയാസമാണ്, കാരണം ബുദ്ധിസ്റ്റാണ് കൂടുതൽ ഇവിടെ ഉള്ളത്. ഇതുപോലത്തെ ടെമ്പിളുകൾ ഇഷ്ടം പോലെ ഇവിടെ കാണാം. നല്ല വെള്ളമാണ് കേട്ടോ. നമ്മൾ നിൽക്കുന്ന സ്ഥലമെല്ലാം വെള്ളത്തിലാണ്, കാലിൻ്റെ ഉള്ളിലെല്ലാം ഫുള്ളും വെള്ളത്തിലായിരിക്കും. ബാങ്കോക്ക് റിവർ പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള അതിമനോഹരമായിട്ടുള്ളൊരു വലിയൊരു കെട്ടിടം. ഇതിൻ്റെ ഏറ്റവും ടോപ്പ് ഡെക്കിലുള്ളത്. അടിപൊളി. കേട്ടു എൻ്റെ മോനെ, ഏതില്ല പൊളി. രാജാവതാത ശാങ്കരി ലാൽ ഹോട്ടൽ. നമ്മളെ ഐക്കോണിക്സ് വീട് ലക്ഷറി ഹോട്ടലാണ്. പിന്നെ നമ്മൾ നാളെ സഫാരി വേൾഡ് പോകണം. വേണ്ട. ഇവിടെ നമുക്ക് ഏറ്റവും ഫ്രീ ആയിട്ട് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ആപ്പാണ് ഈ ഗ്രാബ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് വളരെ എളുപ്പത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ആപ്പാണ്. അടുത്ത് തന്നെ ബാങ്കോക്കിൽ ഒരു നൈറ്റ് ലൈഫ് ഉണ്ട്. അത് നമുക്ക് ഒന്ന് കാണാം. ഇവരെ നൈറ്റ് ലൈഫ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം.